guys, welcome back to Lush vlogs. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലാസ് പെയിന്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്കെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നന്നായി വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ കടയിൽ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് നമ്മൾ ഗ്ലാസ്സിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് കിറ്റാണ്. ഇതോടൊപ്പം തന്നെ നമുക്കൊരു ബ്ലാക്ക് കളർ ഔട്ട്ലൈനറും കൂടി അവൈലബിൾ ഉണ്ട്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കയ്യിലുള്ള സ്കെച്ചിനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷീറ്റിനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബ്ലാക്ക് ലൈനർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഷീറ്റും പേപ്പറും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഔട്ട്ലൈനറിൻ്റെ ബ്ലാക്ക് കളറൊക്കെ നമ്മുടെ നിബിലേക്ക് പറ്റി പിടിക്കുന്നതായിരിക്കും. സോ നമ്മൾ അതൊക്കെ ഒന്ന് നമ്മുടെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നീക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ക്ലീനായിട്ട് നമ്മുടെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലത്തെ ഷീറ്റ് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്താണെങ്കിൽ കുറേ ഗ്ലാസ് വേസ്റ്റ് ആവും ചെയ്യും. അതുപോലെ തന്നെ കുറേ എക്സ്പെൻസീവ് ആണ്. ഇതുപോലത്തെ ഷീറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 5 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. 1-2-3 പ്രാവശ്യം നന്നായി വരച്ച് നോക്കാം. നമ്മൾ അതിന് എത്ര പ്രഷർ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റഡി ആയതിനു ശേഷം മാത്രം ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ തെറ്റൊക്കെ സംഭവിക്കും അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വരച്ചതിന് ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമുക്കതിനൊന്ന് അടർത്തി കൊടുക്കാം. അതിനെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് അടർത്തി കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. സോ നിങ്ങൾ അതിനൊന്ന് അടർത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങളതിലേക്ക് നിങ്ങൾ എന്താണോ വരച്ചുകൊണ്ടിരുന്നത് അത് തന്നെ വരച്ചു കൊടുക്കുക. സോ ഫ്രണ്ട്സ്, എനിക്കിപ്പോൾ ഇതിനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇതിന് ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 1/2 അവറെങ്കിലും നമ്മൾ ഇതിനൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഔട്ട്ലൈനർ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് കളർ ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് ഗ്ലാസ് പെയിൻറ്റ്സ് ആണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ വളരെ തുച്ഛമായ വിലക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ റെഡ് കളറാണ് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ കളർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രഷും അതുപോലെ തന്നെ ഒരു സൂചിയും കരുതുന്നത് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കളർ എല്ലായിടത്തും എത്തണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും എത്തിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കളേഴ്സിനെ നിബ് കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ അതിൽ കുറച്ച് ബബിൾസൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വന്ന ബബിൾസിനൊക്കെ പൊട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗിയെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ വന്ന ബബിൾസിനെ സൂചി യൂസ് ചെയ്തിട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ കളറിങ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഞാൻ ഈ റെഡ് കളർ മുഴുവനായിട്ടും കൊടുക്കാണ്ട് നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനിൽ മാത്രം ഞാൻ കുറച്ചും കൂടി നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ സൈഡ്സിലൊക്കെ കുറച്ച് ലൂസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെറ്റിൽ വരുന്നത് വെറും 6 ഷെയ്ഡ്സ് മാത്രമാണ്. ഈ 6 ഷെയ്ഡ്സിന് പുറമെ നമുക്ക് വേറെയും കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതെങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഫ്ലവേഴ്സിന് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രീൻ കളറാണ് ലീഫിന് യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ബബിൾസൊക്കെ ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
ഇതിനു മുമ്പ് ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. അതിൽ ഞാൻ കളേഴ്സ് എങ്ങനെ മിക്സ് ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വരും. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനിവിടെ 2 ലീഫിന് വര കൊടുക്കാൻ മറന്നിരുന്നു. സോ ഞാനിതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 ലീഫ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വലിയ ലീവ്സിനും കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചെറിയ ലീവ്സിന് വേണ്ടിയിട്ട് ഒരു കളർ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറും അതേപോലെ തന്നെ യെല്ലോ കളറും മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ 2 കളറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇതിന് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് കുറച്ച് ഡാർക്ക് കളറും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്ത കളർ കുറച്ച് ലൈറ്റുമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കളർ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സെറ്റിൽ വെറും 6 ഷെയ്ഡ്സേ വരുന്നുള്ളൂ എന്ന് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ കളേഴ്സ് മിക്സ് ചെയ്ത് നോക്കുക ഏതൊക്കെ കളർ ഉണ്ടാവും, ഏതൊക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ ഇട്ടത് എങ്ങനത്തെ കളേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കുക. എന്നിട്ടായിട്ട് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് നിങ്ങൾ തന്നെ ചെയ്തെടുക്കുക. ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ഞാൻ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ചിരുന്ന ലീഫിലേക്കും കൂടി ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ 1 hour ഡ്രൈ ആവാൻ വെച്ചിരുന്നു. സോ ഇതിപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ട പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. So friends, നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മാർക്കറും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടാൻ കുറച്ച് നേരം വെച്ച് കൊടുക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ഇതിനെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ ഫ്രെയിം ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.